വാവക്കുട്ടിയുടെ പഴയ പ്രശ്നം വീണ്ടും വരികയാണ്. അതായത് കോൺസ്റ്റിപ്പേഷൻ. എന്താണെന്നറിയില്ല. എനിവേ, പിന്നെ നാളെ അമ്മൂന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു CBSE സ്കൂളിലാണ്. എല്ലാം ശരിയായതിനു ശേഷം റിവീൽ ചെയ്യാം ഏതാണ് സ്കൂൾ, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പോൾ പറയാം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇപ്പോൾ സമയമായി 8:15 ഇന്ന് സൂപ്പർവിഷൻ ഇൻവിജിലേഷൻ ഉണ്ട്, പബ്ലിക് എക്സാം നടക്കാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ കുട്ടീനെ അവളുടെ സ്കൂളിലേക്ക് ആക്കും. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിന്റെ ഫ്ലക്സ് പ്രിന്റ് ചെയ്യാൻ വന്നതാ. 12 മണിയായി. ലഞ്ചിന് ചെറുപയർ ദോശ, കാബേജ് ഉപ്പേരി, ചോറ്, സാമ്പാർ. അമ്മുവിന്റെ ട്യൂഷന്റെ ഫ്ലക്സ് ബോർഡ് ഉണ്ടല്ലോ, അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ആ ഷോപ്പ് ഉള്ളത്. പ്രിന്റ് അടിക്കാൻ കൊടുത്തിരുന്നു രാവിലെ. വൈകുന്നേരം വരാൻ പറഞ്ഞതാ, വാങ്ങിയിട്ട് പോവാം. ഫ്ലക്സ് വാങ്ങിയിട്ട് പോന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? അടിച്ചിട്ടില്ലേ? ഭാഗ്യം. എല്ലാ കുട്ടികളും അടിച്ചു, ഞാനേ മാത്രം അടിച്ചില്ല. ഓ, ബാക്കി മാത്രം അടി കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കും കിട്ടിയില്ലേ? എനിക്ക് പിസ്സ കഴിക്കാൻ വന്നിരിക്കാണ്. അപ്പൊ കഴിക്കട്ടാ. അപ്പൊ കഴിച്ചിട്ട് വീട്ടിലേക്ക് എത്തും. വായല് ചെറിയിലൊക്കെ നോക്കിയും കഴിച്ചു. ഇതുണ്ടോ മൊത്തം തേച്ച് വെച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഇന്ന് വാവക്കുട്ടി പിസ്സ ഒക്കെ കഴിച്ചിട്ട് വരണേ. പിസ്സ വീട്ടിലേക്ക് എത്തിക്കാനും പറഞ്ഞു. അങ്ങനെ പിസ്സ ഒക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വാവക്കുട്ടി പറയാൻ പറഞ്ഞിരിക്കുകയാണ്. ഹായ് ഗൈസ്, ഇന്നൊരു കാര്യം പറയാനുണ്ട്. ഇന്നൊരു കുട്ടി കോപ്പി അടിച്ചു. അപ്പോൾ ആ കോപ്പി അടിച്ചു എന്ന് പറയാൻ വയ്യ. അവൻ്റെ പാൻറ്റിൻ്റെ അവിടെയായിരുന്നു ആ ബിറ്റ് പേപ്പർ, 2 പേപ്പർ താഴത്ത് ഇങ്ങനെ അങ്ങോട്ട് ഊരി വീണു താഴെ. അപ്പം ഞാനത് കൈയോട് പൊക്കി കണ്ടിട്ട് അവൻ ഒന്നും അറിയാതെ പോലെ ഭയങ്കര പിന്നെ അവൻ സോറി മിസ് അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. പിന്നെ ആള് വന്നു ഉടനെ. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആ സ്ക്വാഡ്. അപ്പം അവർ വന്നു, അവർ ചീഫിനടുത്ത് പോയി ഇത് ഇൻഫോം ചെയ്തു. എന്നിട്ട് അവനെ തന്നെ എല്ലാം അതൊക്കെ ആക്കി അവൻ്റെ മേലെ ഫയൽ ചെയ്തു, ബുക്ക് ചെയ്തു അവൻ്റെ മേലെ. എന്നിട്ട് എല്ലാം ഇനിയൊരു കോമഡി എന്താണ്ടായെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് അവനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. ഉണ്ടായത് അവൻ കോപ്പി അടിച്ചില്ല, അവൻ സേഫ്റ്റിക്ക് അവൻ കൊണ്ടുപോയി. പക്ഷെ ആ ചോദ്യം വന്നില്ല, അപ്പം എടുക്കേണ്ടി വന്നില്ല. അതിങ്ങനെ താഴെ 1, 2, 3 ഇങ്ങനെ വീഴുമ്പോൾ ഞാൻ കണ്ടതാണ്. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് അവനോട് കൊടുക്കാൻ പറഞ്ഞു. ഇതുപോലെ ഞാൻ എടുത്തിട്ട് വന്നു, പക്ഷെ കോപ്പി എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അതിൽ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏതോ ഒരു പേപ്പർ വീണു, മിസ് തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ ബിറ്റ് പേപ്പറാണെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ മേത്തിനെ പഴകിട്ട് അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നോടും ആ ചീഫിനോടും എല്ലാവരും കാല് വീഴാതെ സോറി. പക്ഷെ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി അവൻ മുങ്ങി. നാളെയാണ് കഥ ഉണ്ടാകുന്ന അറിയാം. അവനെ വിളിച്ച് എന്താ ചോദിക്കോ ഇല്ലയോന്ന് അറിയാം. നാളെ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ബൈ. ആ കോമഡി എന്താ അറിയോ? ബിറ്റ് നമ്മൾ കയ്യിൽ എഴുതിയ ബിറ്റല്ല, പ്രിന്റഡ് മിനി സെറോക്സ്. ഇത്ര ഉണ്ടാവുള്ളൂ പേപ്പർ. എത്ര പോകുന്ന സൈസിലാണ് 2-3 ആൻസർ ഇരിക്കുന്നത്, കുഞ്ഞു അക്ഷരത്തിൽ. അവനൊക്കെ ഇത് എവിടെ ഒപ്പിക്കണമെന്ന് അറിയില്ല. ചിരി വന്നു. പണ്ട് ചെയ്യുന്ന പരിപാടി ബിട്ടായിട്ട് 3 ആളിനെ അങ്ങോട്ട് വരും. ഈ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്ന പരിപാടി നിർത്തണം. ഈ എക്സാമൊക്കെ എന്തിനാണ്? ഈ എക്സാം ജയിച്ചാൽ ജോലി കിട്ടൂല. പിന്നെ എന്തിനാ? ജോലിക്ക് വേണമെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് വേണം, ഇന്റർവ്യൂ അവിടെ പാസ്സാവണം. പിന്നെ എന്തിനാ ഇവിടെ നമ്മൾ പാസ്സാവുന്നത്? നമുക്ക് ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത സബ്ജക്റ്റൊക്കെ എന്തിനാ വെറുതെ കുത്തിരുന്ന് പഠിക്കണേ? ഇതൊക്കെ പൊളിച്ചടുക്കി വാർത്ത പുതിയ രീതിയിലുള്ള വേറെ ചോയ്സ് ഇല്ല. നോളജ് നമ്മൾ ടെസ്റ്റ് ചെയ്യണത്, അതില് അവര് എക്സാം എന്തിനാണെന്ന് പറഞ്ഞ യൂസ് ഇല്ല. അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് എടുത്ത് പഠിക്കാൻ പറ്റില്ല. അതിനകത്തുണ്ടാവും തേവയില്ലാത്ത ആവശ്യമില്ലാത്ത 1-2 സബ്ജക്റ്റുകൾ. സ്ട്രീം ഒക്കെ ഇപ്പൊ മാറാൻ പോവാണ്. പക്ഷെ അതുവരെ നമ്മൾ സഹിച്ചേ പറ്റൂ. ലെറ്റ് മീ ടെൽ യു, ഇപ്പോൾ അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരാൾ എന്തിന് ഇംഗ്ലീഷ് പഠിക്കണം? ഹിന്ദി എന്തിനു പഠിക്കണം? തമിഴ് എന്തിനു പഠിക്കണം? അക്കൗണ്ടൻസിയാണ് അവന് വേണ്ടത്. അവന് വേണ്ടാത്ത സാധനമാണ് അവനെ കൊണ്ട് പഠിപ്പിക്കുന്നത്. അത് അവന് താല്പര്യമില്ല. പക്ഷെ അതിലും അവൻ പാസ്സാവണം. ഞാൻ ആർഗ്യുമെന്റിലില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? ട്യൂഷനിൽ പിള്ളേർ വന്നു, ഞാൻ ഈ കാര്യം പറയണം, എല്ലാവരോട് ഷെയർ ചെയ്യണം തോന്നി. എനിക്ക് എക്സാമിനോട് ഒരു താല്പര്യമില്ല.
ഞാൻ ആ ഫീൽഡിൽ ഉള്ള കാരണം ഇതിൽ ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഫ്ലക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കാണണ്ടേ? എവിടെ മൃദുലാസ് ബിജൂസ് ബൈജൂനെ പോലെ മൃദൂസിനാക്കാൻ സമയമല്ലോ ക്ലിക്കായി കഴിഞ്ഞാൽ മാറ്റാം. ഇയാൾക്ക് അയച്ചു തന്നിരുന്നല്ലോ നിന്റെ സാമ്പിൾ PDF ആയിട്ട്. കണ്ടിരുന്നു. അതാണിത്. അങ്ങനെ വാവക്കുട്ടി ഞങ്ങളെല്ലാരും കൂടി പിസ്സ ഒക്കെ കഴിച്ചിട്ട് വന്നു. സത്യം പറയാലോ, പിസ്സ കഴിച്ച് വന്നിട്ട് വിശപ്പ് മാറിയിട്ടില്ല. കാരണം ഒരുപാട് കഴിക്കാൻ കഴിയാത്തൊരു സാധനമാണ്. കാരണം ഒരുപാട് കലോറി ഉള്ള സാധനമാണ്. ഞാൻ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ കഴിച്ചുള്ളൂ. ഇനി നമുക്കിതാ ചെറുപയർ ദോശ ഉണ്ടാക്കുക, കഴിക്കുക. ഹെൽത്ത് വിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. വാവക്കുട്ടിയുടെ പഴയ പ്രശ്നം വീണ്ടും വരികയാണ്, അതായത് കോൺസ്റ്റിപ്പേഷൻ. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ വയ്യ, കാരണം അങ്ങനെ ഉറച്ചിട്ടൊന്നല്ല പോകുന്നത്. പോവുകയാണെങ്കിൽ നോർമലായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ 1-2 ദിവസം കഴിയുമ്പോഴേ പോവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഉറച്ചു പോകുന്ന പ്രശ്നമൊന്നുമില്ല മോഷന്. ഈ പ്രശ്നത്തിന് ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും. മരുന്ന് നിർത്തിയെടുത്ത അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഒരുവിധം നേരെയായി വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നില്ല. കംപ്ലീറ്റ് അത് ക്യൂർ ആവുന്നില്ല, എന്താണെന്നറിയില്ല. എനിവേ, പിന്നെ നാളെ അമ്മൂന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു CBSE സ്കൂളിലാണ്. എല്ലാം ശരിയായതിനു ശേഷം റിവീൽ ചെയ്യാം ഏതാണ് സ്കൂൾ, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പോൾ പറയാം. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയോട് കൂടി അവിടുന്ന് വിളിച്ചതാണ് അവർ ഇൻ്റർവ്യൂവിന് നാളെ ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയോട് കൂടി നമ്മളെ വ്ളോഗ് അത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.